സ്വാഗതം ടോപ് 10ലേക്ക്. ആദ്യം അവകാശവാദം, പിന്നെ PR, അത് കഴിഞ്ഞ് പോസ്റ്റർ ഫ്ലെക്സ് യുദ്ധങ്ങൾ, പിന്നെ സ്വീകരണ മത്സരമായി. അങ്ങനെ കളർഫുള്ളായി വൈവിധ്യമാർന്ന പോരാണ് മുഖ്യമന്ത്രിക്കായി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. അതും അങ്ങ് ഡൽഹി മുതൽ ഇങ്ങ് കേരളം വരെ. എന്തായാലും നേരെയും വളഞ്ഞും കുറുകയും ഒക്കെയുള്ള അണിയറ നീക്കങ്ങളിൽ കരുതലോടെ മുന്നോട്ട് പോവുകയാണ് ഹൈക്കമാൻഡ്. തെരഞ്ഞെടുപ്പിന് മുന്നേ തുടങ്ങിയ വിവാദ ചാപ്റ്ററിന്റെ ക്ലൈമാക്സ് എന്താകും? ഉറ്റുനോക്കുകയാണ് വോട്ടിട്ട് ജയിപ്പിച്ച ജനങ്ങൾ. ഇന്നത്തെ വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ പരസ്യ ചർച്ചകൾ. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനമെന്ന സൂചന നൽകി VD സതീശൻ. MLA-മാരുടെ പിന്തുണ ഉയർത്തിക്കാട്ടി KC പക്ഷം. സീനിയോറിറ്റിക്ക് മുൻഗണന നൽകണമെന്ന ചെന്നിത്തല. ഘടകകക്ഷികളുമായി ചർച്ച നാളെ. ഡൽഹിയിലും കണ്ണൂരിലും കൊല്ലത്തും KC വേണുഗോപാലിനായി ഫ്ലെക്സുകൾ. കോട്ടയത്ത് KCയുടെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് വെല്ലുവിളിയായി കേരളത്തിലെ മുഖ്യമന്ത്രി നിർണയം. KC വേണുഗോപാലിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം നിർണായകം. MLA-മാരുടെ നിലപാടും പാർട്ടിയുടെ പൊതുവികാരവും ചർച്ച ചെയ്യും. നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കും. KCക്ക് ഡൽഹിയിലും VDക്ക് കൊച്ചിയിലും ഉജ്ജ്വല സ്വീകരണം. തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കാൻ CPM CPI നേതൃയോഗങ്ങൾ നാളെ. പിണറായിക്കും MV ഗോവിന്ദനുമെതിരെ കണ്ണൂരിൽ പോസ്റ്റർ. പ്രതിപക്ഷ നേതാവിനെ നാളെ പ്രഖ്യാപിക്കും. പിണറായി വിജയൻ ഇല്ലെങ്കിൽ KN ബാലഗോപാലിന് സാധ്യത. കനത്ത പരാജയത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനമുയർത്തി CPI മുഖപത്രം. മുഖ്യമന്ത്രി പദം രാജിവെക്കില്ലെന്നും ധാർമ്മിക വിജയം TMC-ക്കെന്നും മമതാ ബാനർജി. ബംഗാളിൽ സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന BJP. 9-ന് സത്യപ്രതിജ്ഞ. മമതയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തി സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. ബംഗാളിലും അസമിലും BJP-ക്കെതിരെ വോട്ട് ചോരി ആരോപണവുമായി മമതയും രാഹുൽ ഗാന്ധിയും. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക്. നിയമസഭാ കക്ഷി നേതാവായി വിജയെ തെരഞ്ഞെടുത്തു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന TVK. MLA-മാരോട് ചെന്നൈയിൽ തുടരാൻ നിർദ്ദേശം. സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടി. KC വേണുഗോപാലിന് കത്തയച്ച് വിജയ്. നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ച TVK. പാലക്കാട്ടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് CPM പ്രതിഷേധം. നഗരത്തിലെ കോൺഗ്രസിന്റെ കൊടിമരം തകർത്തു. UDF-ന്റെ ബാനർ വലിച്ചുകീറി. പോലീസിനെ വെല്ലുവിളിച്ച് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പോലീസുകാർ ഇങ്ങനെ പെരുമാറിയാൽ ഇനി അവർ പോലീസായി ഉണ്ടാകില്ല എന്ന് AK ബാലൻ. ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണം കടുപ്പിച്ചിറാൻ. എല്ലാ കപ്പലുകൾക്കും തങ്ങളുടെ അനുമതി നിർബന്ധമെന്ന ഇറാൻ. ചരക്ക് കപ്പലുകൾ ഇറാനിയൻ നാവികസേനയുമായി മുൻകൂട്ടി ഏകോപനം നടത്തണമെന്നും അല്ലാത്ത പക്ഷം നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ്. സൈനിക സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക അറിയിച്ച സൗദി അറേബ്യ. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 156 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ചെന്നൈക്ക് മികച്ച തുടക്കം. സംസ്ഥാനത്ത് ഭരണമാറ്റത്തെ തുടർന്ന് കിഫ്ബി CEO സ്ഥാനം രാജിവെച്ച KM എബ്രഹാം. രാജി മുഖ്യമന്ത്രിക്ക് കൈമാറി. പകരം ചുമതല അഡീഷണൽ CEO മിനി ആന്റണിക്ക്. സ്റ്റോറി ഓഫ് ദി ഡേ: അടക്ക പൊളിക്കാൻ അടിപൊളി യന്ത്രം. വർഷത്തിനിപ്പുറം വീണ്ടും കേരളത്തിന്റെ ഭരണം കൈകളിലേക്ക് എത്തിച്ച തിളക്കമാർന്ന ആ വിജയത്തിന്റെ പ്രഭ കൂടെ കെടുത്തുകയാണ് മുഖ്യമന്ത്രി പദത്തിൽ ഊന്നിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ തർക്കം. MLA-മാർക്കൊപ്പം കേന്ദ്ര നേതാക്കളുടെ പിന്തുണയുള്ള KCയും ലീഗിന്റെ പിന്തുണയുള്ള തെരഞ്ഞെടുപ്പിൽ പടം നയിച്ച VD സതീശനും സീനിയോറിറ്റി ഉയർത്തിക്കാട്ടുന്ന ചെന്നിത്തലയും അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമായതിനാൽ കരുതലോടെ മുന്നോട്ടു പോവുകയാണ് ഹൈക്കമാൻഡ്. കേന്ദ്ര നിരീക്ഷകരെ ചുമതലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. എബി ജോൺ തോമസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. എബി, മുഖ്യമന്ത്രി പദത്തിനായുള്ള പോരാ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോഴേ തുടങ്ങിയതാണ്. അപ്പോഴൊക്കെ പരസ്യ പ്രസ്താവന പാടില്ല എന്ന ഹൈക്കമാൻഡ് അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇനിയിപ്പോൾ കാര്യങ്ങളിൽ ഉടനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയല്ലേ? പ്രത്യേകിച്ച്
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് 3 നേതാക്കളും ഒരുപോലെ സ്വീകരിക്കുമ്പോൾ ശ്രീജ, തെരഞ്ഞെടുപ്പ് അതിൻ്റെ പോരാട്ടങ്ങളൊക്കെ തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കോൺഗ്രസിൽ മറ്റൊരു പോരാട്ടം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതിൽ KCയും RCയും VDയും അവർ 3 പേരും അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങൾക്കാണ് അതിനുള്ള യോഗ്യത എന്നുള്ള കാര്യത്തിൽ അവർ അവരുടെ വാദങ്ങളെ നിരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും VD സതീശൻ താനാണ് പട നയിച്ചത്, അതുകൊണ്ട് തന്നെ തനിക്ക് ആ സ്ഥാനത്തിന് യോഗ്യതയുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം തന്നെ സാധാരണക്കാരെ പ്രവർത്തകരും ആ നിലയ്ക്കുള്ളൊരു ആഗ്രഹം പ്രകടമാക്കുക നമ്മൾ ഇന്നും കൂടി കാണുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പിന്തുണയും VD സതീശനാണ് എന്നുള്ളതും അദ്ദേഹത്തിന്റെ ക്ലെയിമായി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ പിന്നെ ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം പറയുന്നത് ഈ എണ്ണത്തിലൊന്നുമല്ല കാര്യം, മറിച്ച് ഇത്തരത്തിൽ തനിക്ക് സീനിയോറിറ്റി ഉണ്ട്, അതനുസരിച്ചുള്ള ഒരുപാട് വിട്ടുവീഴ്ചകൾ താൻ വിധേയനായിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ KC വേണുഗോപാൽ MLA-മാരുടെ പിന്തുണ തനിക്കാണ്, MP-മാരുടെ പിന്തുണ തനിക്കാണ്, അതുകൊണ്ട് തന്നെ ആ സ്ഥാനം തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹൈക്കമാൻഡിന് ഇതൊരു വലിയ തലവേദന തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2 പേരടങ്ങുന്ന ഒരു നിരീക്ഷണ സംഘത്തെ ഇപ്പോൾ കേരളത്തിലേക്ക് അയക്കാനുള്ള ധാരണയായിട്ടുണ്ട്. ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ആ പേരുകൾ ഉറപ്പായും വളരെ വേഗം തന്നെ പുറത്തു വരാനിരിക്കുകയാണ്. എന്തായാലും അവർ വളരെ വേഗം തന്നെ എത്തി. ഒരുപക്ഷെ ഇനി ഏത് സമയത്തും നിരീക്ഷകർ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം MLA-മാരെ നേരിട്ട് കാണും, അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയും. ഒപ്പം തന്നെ MP-മാരുടെ അഭിപ്രായം ചോദിച്ചറിയും. ആ നിലയ്ക്ക് ഘടകകക്ഷികളുടെ അഭിപ്രായം ഉൾപ്പെടെ ചോദിച്ചറിയും. അതിനനുസരിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് വരിക. എന്തായാലും അന്തിമ തീരുമാനം വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ആയിരിക്കും. അതൊരുപക്ഷെ KC വേണുഗോപാലിനാണോ VD സതീശനാണ്, രമേശ് ചെന്നിത്തലയ്ക്കാണോ എന്നുള്ള കാര്യത്തിൽ അത് കണ്ടറിയേണ്ട കാര്യം കൂടിയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഇതിൽ നടക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് നാളെ. അദ്ദേഹം ഡൽഹിയിലേക്ക് നാളെ പോകാൻ കൂടി ഇരിക്കുകയാണ്. എന്തായാലും ഈ ചർച്ച അത് വളരെ വേഗം അവസാനിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ശ്രമം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വളരെ വേഗം തന്നെ കേരളത്തിലേക്ക് എത്തും. MLA-മാരും ഘടകകക്ഷി നേതാക്കളുമായും MP-മാരുമായും കാണും, സംസാരിക്കും, അവരുടെ അഭിപ്രായം തേടും. ശ്രീജ, എന്തായാലും മുഖ്യമന്ത്രിയുടെ കാര്യം അറിഞ്ഞിട്ട് വേണം ഇനി മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ. ഘടകകക്ഷികളുണ്ട്, പാർട്ടി കോട്ടകളിൽ മത്സരിച്ച് ജയിച്ച സ്വതന്ത്രരുണ്ട്, അവരെയൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതായത് ചർച്ചകൾക്കിനിയും കടുപ്പം കൂടും, അല്ലേ? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ചർച്ച ഒരു വശത്തൂടെ നടക്കുന്ന ഘട്ടത്തിൽ തന്നെയും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമാണ് എന്നുള്ളതാണ്. എന്തായാലും ആരൊക്കെയാണ് മന്ത്രിസഭയിലേക്ക് വരിക എന്നതിനെക്കുറിച്ച് ഒരു ലിസ്റ്റ് തന്നെ ഒരു തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും KPC അധ്യക്ഷൻ K മുരളീധരൻ തുടങ്ങിയിട്ടുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ വനിതാ നേതാക്കളായി ജയിച്ചു വന്നിരിക്കുന്ന ഷാനിമോൾ ഉസ്മാനുണ്ട്, ബിന്ദു കൃഷ്ണയുണ്ട്, തുടങ്ങിയവർക്ക് അവരെ ചുറ്റിപ്പറ്റിയും ഇത്തരത്തിൽ മന്ത്രിസഭയിൽ അവർ അംഗങ്ങളാകും എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അംഗങ്ങളാകേണ്ടതുണ്ട് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. യുവാക്കളുമായി ബന്ധപ്പെടുത്തിയാലെങ്കിലും ഇപ്പോൾ PC വിഷ്ണുനാഥ്, ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളെയും ആ നിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ അവിടെ ജയിച്ചു വന്ന ആ നിലയ്ക്കുള്ള നേതാക്കളെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊരു യുവാക്കളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളുണ്ട്, CP ജോൺ, ഒപ്പം അനൂപ് ജേക്കബ് ഉണ്ട്. അങ്ങനെ ഒറ്റ ആൾ മാത്രമുള്ള മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന, ഒറ്റയാൾ മാത്രം ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരുണ്ട്. അവർക്ക് മുഴുവൻ വ്യവസ്ഥയിൽ മന്ത്രിമാരായി തന്നെ അവരെ കൊടുക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനം ഏതാണ്ട് ആ ഒരു നിലയ്ക്കാണ് ചർച്ചകൾ നടക്കുന്നത്. ഒരുപക്ഷെ ടൈം വ്യവസ്ഥയിൽ അവരെയൊക്കെ തന്നെയും ഈ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകണം. വളരെ വേഗത്തിൽ ഇതൊരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. LDF-നെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ UDF-ലേക്ക് വരുമ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പരിഗണന വിഷയങ്ങളായി വരും. സാമുദായിക സന്തുലനം പാലിക്കേണ്ടതായിട്ട് വരും. വിവിധങ്ങളായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളുണ്ടാകും. അങ്ങനെ വിവിധ തരത്തിലുള്ള ചർച്ചകളും ആ നിലയ്ക്കുള്ള ആലോചനകളും നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. എന്തായാലും അതിനൊക്കെ മുമ്പ് തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ചൊരു ചർച്ച നടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് ഒതുക്കിയതിനു ശേഷം മാത്രമേ ഈ നിലയിലേക്കുള്ള, അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ച അത് ആരംഭിക്കുകയുള്ളൂ. ശ്രീജ, ശരി അബി, എന്തായാലും മുഖ്യമന്ത്രി പദത്തിലൂന്നിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ തർക്കം, വിവാദം അതൊരറ്റത്ത് നടക്കുന്നു. എന്തായാലും അതിൽ തീരുമാനം എന്താകും എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം ഒന്നടക്കം. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ഇബി ജോൺ തോമസ്.
എന്തായാലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോൾ നേതാക്കളൊക്കെ പറയുന്നത് എന്തെന്ന് നോക്കാം. 3 പേരും എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, യോഗ്യരാണ്. അതുകൊണ്ട് ഞാൻ അവരിൽ ആരെയും പ്രത്യേകമായി പരിഗണന നൽകി നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അത് മുഖ്യമന്ത്രിയാവണം എന്ന് അന്ന് പറഞ്ഞത് ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടാവും. ഞാൻ പറയാം, സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആര് വിചാരിച്ചാലും വരുത്താൻ കഴിയും. ഞാൻ പറഞ്ഞ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തീരുമാനം ദേശീയ നേതൃത്വം സ്വീകരിക്കും. കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്നത് AICCയുടെ നിരീക്ഷകർ ഇവിടെ വന്ന് MLA-മാരുടെയും സീനിയർ നേതാക്കളുടെയും അഭിപ്രായം എടുത്തിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനമെടുക്കും. കെ സുധാകരൻ KCയുടെ പേര് ആദ്യമായി അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയതിനു പിന്നാലെ പലയിടത്തും ഇടയ്ക്കിടയ്ക്ക് വന്നു KC വേണുഗോപാലിനായുള്ള ഫ്ലെക്സുകൾ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഡൽഹിയിലും കണ്ണൂരും കൊല്ലത്തുമൊക്കെ KCക്കായി ഫ്ലെക്സുകൾ ഉയർന്നു. പക്ഷേ ഇതൊന്നും താൻ അറിഞ്ഞിട്ടല്ല എന്ന് പറയുകയാണ് KC. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിൽ നിർണായക യോഗം നടക്കാനിരിക്കെയാണ് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സുകൾ ഉയർന്നത്. സംസ്ഥാനത്ത് കൊല്ലത്തും കോട്ടയത്തും കണ്ണൂരിലുമാണ് ഫ്ലക്സുകൾ ഉയർന്നത്. കൊല്ലം DCC ഓഫീസിന് മുൻവശത്തും കളക്ടറേറ്റ് പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ബോർഡ്. നയിച്ചവൻ ജനനായകൻ എന്ന പേരിലാണ് ഫ്ലെക്സ്. കണ്ണൂരിലും KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഫ്ലെക്സ് ഉയർന്നു. റിയൽ ലീഡർ എന്ന വിശേഷണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലാണ് ഫ്ലെക്സ്. കോട്ടയത്തുയർന്ന KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗവും ഉണ്ടായി. കോട്ടയം ഗാന്ധി സ്ക്വയറിലെ ഫ്ലെക്സിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. KCക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്നലെ രാത്രിയിൽ വെച്ച ഫ്ലെക്സിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. വിജയശില്പി KC വേണുഗോപാലിന് അഭിവാദ്യം എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിരുന്നത്. ബോർഡിൽ KC വേണുഗോപാലിന്റെ ചിത്രത്തിന്റെ മുഖത്താണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. KCയെ ഉയർത്തിക്കാട്ടി ഡൽഹിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഡൽഹി കേരള ഹൗസിന് മുമ്പിലാണ് KCയെ നായകനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം തനിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അല്ല, എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ ശേഷം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശന് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത് ഉജ്ജ്വല സ്വീകരണം. മുഖ്യമന്ത്രി സതീശ എന്ന ആവേശത്തോടെ വിളിച്ചായിരുന്നു 100 കണക്കിന് പ്രവർത്തകർ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. എറണാകുളം DCC ഓഫീസിൽ കേക്ക് മുറിച്ച് VD സതീശൻ പ്രവർത്തകർക്കൊപ്പം വിജയവും ആഘോഷിച്ചു. മന്ത്രിമാര് തോക്കുന്നു പറഞ്ഞ 12 മന്ത്രിമാര് തോറ്റ്. 100 നേടുന്ന് പറഞ്ഞ 100 നേടി. ഇന്ന സ്ഥലങ്ങളിൽ തൂത്തുവാരെന്ന് പറഞ്ഞാൽ അതെല്ലാം തൂത്തുവാരി. എന്തായാലും അർഹതപ്പെട്ട ആളാണ്. നമ്മളുടെ എറണാകുളം ജില്ലയുടെ അഭിമാനമാണ് പ്രതിപക്ഷ നേതാവ്. ഇന്ന് സതീശൻ ചേട്ടൻ വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം വലിയ ഭംഗിയായി നിറവേറ്റി തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ KC വേണുഗോപാലിനുമുണ്ടായി സ്വീകരണം. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിലും UDF സഖ്യത്തിലും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. People of Kerala has given a full faith in Congress party and UDF alliance. They are having full faith in
Rahul Gandhi and Mallikarjuna Kharge's leadership. Your party will take 10 years of LDF government has created so many difficulties to the people. People are fed up with that government. That is why they choose Kerala UDF for their governance. ഉപമുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ ഉന്നയിച്ചിട്ടില്ല. എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആദ്യം മുഖ്യമന്ത്രി, പിന്നീട് മന്ത്രിമാരെന്നും തങ്ങൾ പറഞ്ഞു. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകളും വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യും. ഘടകകക്ഷി ചർച്ചകൾ വൈകിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതറിയില്ല. അത് മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനീഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് തങ്ങളുമായിട്ട് അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലവ് ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അത് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ BJP വിജയിക്കാൻ കാരണം LDF BJP ഡീലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. സംസ്ഥാനത്ത് UDF നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. എല്ലാ ജില്ലകളിലും ഒറ്റക്കെട്ടായി അണികൾ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴക്കൂട്ടത്തും നേമത്തും കോൺഗ്രസ് അല്ല സഹായിച്ചത്, LDF ആണ് സഹായിച്ചത്. LDF അക്കാര്യത്തിൽ നേരത്തെ ഉണ്ടാക്കിയിരുന്ന അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അവർ ആ കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. കഴക്കൂട്ടത്തും നേമത്തും അതുപോലെ ചാത്തന്നൂരുമുണ്ട്. അല്ല, ഈ രണ്ടിടത്തെ ചോദിച്ചുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചാത്തന്നൂരുമുണ്ട്. അപ്പോൾ ഈ ഇടങ്ങളിൽ CPM-മായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 3 സീറ്റുകൾ ലഭ്യമാകുകയാണ് ഉണ്ടായിട്ടുള്ളത്. TN പ്രതാപൻ ഒരു പരാതിയുണ്ട്. മണലൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്യണം എന്നാണ് പ്രതാപന്റെ ആവശ്യം. ഹൈക്കോടതിയിലെ സീനിയർ നിയമ അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം കേസ് കൊടുക്കും. RSSും പോപ്പുലർ ഫ്രണ്ടും SDPയും പരസ്യമായി LDFന് വോട്ട് ചെയ്തുവെന്നും പ്രതാപൻ ആരോപിച്ചു. 186 വയസ്സായ എൻ്റെ അമ്മയോട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് ചെയ്ത് ഡിക്ലറേഷൻ ഒരു ഉദ്യോഗസ്ഥനെ അറ്റസ്റ്റ് ചെയ്യും. ഈ 4 ഉദ്യോഗസ്ഥർ, ഞങ്ങളെ 4 ഉദ്യോഗസ്ഥന്മാരെ പേരെഴുതി കൊടുത്തിട്ടുണ്ട്, ബൂത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ 4 ഉദ്യോഗസ്ഥന്മാർ ഈ 184 വോട്ട് ആ 4 ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുത്ത ബൂത്തിൽ ഒരു വോട്ട് മറ്റേ സ്ഥിതി. കാരണം പോസ്റ്റൽ ബാലറ്റ് നിൽക്കുകയായിരുന്നു ഭൂരിപക്ഷം. LDFിൻ്റെ വോട്ടുകളില്ലേ സ്വാഭാവികം. പോസ്റ്റൽ വോട്ട് കണ്ടറിയാം. നിങ്ങൾ പോസ്റ്റൽ വോട്ടിന് കണക്കെടുത്ത് പോസ്റ്റൽ വോട്ട് എനിക്ക് മൃഗീയ ഭൂരിപക്ഷം 184 എൻ്റെ വോട്ടാണ്. എൻ്റെ ഉറച്ച വിശ്വാസം 184-ൽ 90% വോട്ടും എൻ്റെ വോട്ടാണ്. കാരണം പോസ്റ്റൽ വോട്ട് എനിക്ക് അത്രമാത്രം, ഈ ഹോം വോട്ടിനും പോസ്റ്റൽ വോട്ടും കൂടി ചേർന്ന വോട്ടിൽ എനിക്ക് അത്രമാത്രം ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ജയവും പരാജയവും തിരിച്ചറിവുകളാണ്. ഒരിടത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുമ്പോൾ മറ്റൊരിടത്ത് തോറ്റതിന്മേലുള്ള പഠനവും ചർച്ചകളുമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായില്ല എങ്കിൽ KN ബാലഗോപാലിനാണ് സാധ്യത. ഇന്ന് തലസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച AKG സെന്ററിന്റെ വാഹനത്തിലാണ് ക്ലിഫ് ഹൗസിലും പാർട്ടി ഓഫീസിലും ഒക്കെ എത്തിയത്. ഔദ്യോഗിക വസതി ഉടനൊഴിഞ്ഞ് ചിന്ത ഫ്ളാറ്റിലേക്ക് താമസം മാറ്റും. 35 സീറ്റുമായി നിലംപരിശായ ഇടതുമുന്നണി പ്രതിപക്ഷത്ത് വരുമ്പോൾ ആരാകും നയിക്കുക എന്ന ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന ചോദ്യം ഉയരുന്നെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. സീനിയോറിറ്റി പ്രകാരം KN ബാലഗോപാലിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും സമരങ്ങളെ നയിച്ച പ്രവർത്തന പാരമ്പര്യവും സംഘടനാ പാഠവും കണക്കിലെടുത്ത് KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവായി വിജയിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ ലോബിയാണ് പാർട്ടിയെ ഭരിക്കുന്നത് എന്ന ആക്ഷേപത്തിനും കൊല്ലം ജില്ലക്കാരനായ ബാലഗോപാലിലൂടെ മറുപടി നൽകാനാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തെത്തിയപ്പോഴേക്കും ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചിരുന്നു. വിമാനത്താവളത്തിൽ V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കാനെത്തി. AK സെന്ററിലെ വാഹനത്തിലാണ് ക്ലിഫ് ഹൗസിലേക്ക് പോയത്.
തുടർന്ന് AK സെന്ററിലെത്തി MV ഗോവിന്ദനുമായി ചർച്ച നടത്തി. ഉടൻ തന്നെ ക്ലിഫ് ഹൗസ് ഒഴിയുന്ന പിണറായി വിജയൻ ചിന്ത ഫ്ളാറ്റിലേക്ക് മാറും. 3A നമ്പർ ഫ്ളാറ്റാണ് അദ്ദേഹത്തിനായി അനുവദിച്ചിരിക്കുന്നത്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലുണ്ടാകും. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രഖ്യാപനം നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവിനെ നാളെ പ്രഖ്യാപിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ. തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കുന്നു, ആഴത്തിൽ പരിശോധിക്കും, ആരുടെയും മേലിൽ ചാരുന്നില്ല, തുറന്ന ചർച്ചകളുണ്ടാകുമെന്നും തിരുത്തലിലൂടെ തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ നമ്മളിപ്പോൾ അംഗീകരിച്ചല്ലേ മതിയാവും. പരാജയത്തിന് ഇടവന്ന കാരണങ്ങൾ സാധാരണയുള്ള പരിശോധനയല്ല, വളരെ ഗൗരവമേറിയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആരില്ലെങ്കിലും ചാരി വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പൊ ഇത്രമാത്രം ഒരു റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ്? UDFന്റെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് കോൺഗ്രസ് നേടിയ നേട്ടത്തെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. 2 പതിറ്റാണ്ടായി ഒരു MLA പോലും ഇല്ലാതിരുന്ന കോഴിക്കോട് ഇത്തവണ 5 കോൺഗ്രസ് MLA-മാരാണ് വിജയിച്ചത്. 2001-ലാണ് ഏറ്റവും ഒടുവിലായി കോഴിക്കോട് കോൺഗ്രസ് MLA-മാർ വിജയിച്ചത്. 20 വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ 5 MLA-മാരിലൂടെ കോഴിക്കോട് കോൺഗ്രസിന്റെ മാസ് എൻട്രി. 2001-ലാണ് ഏറ്റവും അവസാനമായി കോൺഗ്രസിന്റെ MLA കോഴിക്കോട് നിന്നും നിയമസഭയിലെത്തിയത്. അന്ന് കോഴിക്കോട് 1-ൽ നിന്നും A സുജനപാലും കൊയിലാണ്ടിയിൽ നിന്നും P ശങ്കരനുമായിരുന്നു അവസാനമായി വിജയിച്ചത്. പിന്നീട് അധികാരം കിട്ടിയ തിരഞ്ഞെടുപ്പിൽ പോലും കോഴിക്കോട് നിന്നും ഒരു കോൺഗ്രസ് MLA-ക്കും സഭയിലെത്താൻ കഴിയാതെ പോയത് കോൺഗ്രസിനേറ്റ തിരിച്ചടിയായിരുന്നു. 2 പതിറ്റാണ്ട് നീണ്ട ആ നിരാശയാണ് ഇത്തവണ 5 MLA-മാരിലൂടെ ജില്ല തീർത്തിരിക്കുന്നത്. കോൺഗ്രസിന് 25 കൊല്ലമായി ജില്ലയിൽ നിന്ന് MLA ഇല്ല. ഞാൻ പറഞ്ഞു ഇത്തവണ MLA അല്ല MLA-മാർ ഉണ്ടാവുക. ദയവസായിച്ച് അതും പാലിക്കപ്പെടാൻ പോകുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് K ജയന്ത്, വിദ്യാ ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് എന്നിവരാണ് ജില്ലയുടെ അഭിമാനമുയർത്തിയത്. 2 കോൺഗ്രസ് MLA-മാർ ഇത്തവണ ജില്ലയിൽ നിന്നുണ്ടാകുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ടായിരുന്നു. എന്നാൽ മത്സരിച്ചവരെല്ലാം വിജയിച്ചു കയറിയത് അപ്രതീക്ഷിത നേട്ടമായി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം വിദ്യാ ബാലകൃഷ്ണനിലൂടെ ജില്ലയിൽ വനിതാ MLA കൂടി ഉണ്ടായെന്ന പ്രത്യേകത കൂടി ഇത്തവണയായി. കോഴിക്കോട് ജില്ലയിൽ ഒരു വനിത മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. ആ വനിതയെ കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിലെ ജനം ഏറ്റെടുത്തു. ആകെ മൊത്തം അപ്രതീക്ഷിത ചരിത്ര നേട്ടത്തിനാണ് കോൺഗ്രസ് ജില്ലയിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലത്ത് ഇടതുകോട്ടയിൽ താമര വിരിഞ്ഞതിന്റെ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. LDFന്റെ കുത്തക അവസാനിപ്പിച്ച ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയിച്ചപ്പോൾ 3-ാം ഊഴത്തിലെ വിജയം ഇരട്ടി മധുരമായി. UDFന്റെ തേരോട്ടത്തിൽ കണ്ടതും ഇടതുകോട്ടകൾ തകരുന്നതായിരുന്നു. കൊല്ലം കോർപ്പറേഷൻ ഭരണം സ്വന്തമാക്കിയതോടെ DCC പ്രസിഡന്റിന്റെ ആത്മവിശ്വാസ പ്രഖ്യാപനം വാക്കുകൾക്കതീതമായി യാഥാർത്ഥ്യമായി. സംഘടനാപരമായ കൃത്യതയും തന്ത്രപരമായ നീക്കങ്ങളുമായി കോൺഗ്രസും UDFും ജില്ലയിൽ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 മണ്ഡലങ്ങളിൽ വിജയം കരസ്ഥമാക്കിയത് ഈ കൂട്ടായ പ്രവർത്തനത്തിന്റെ തെളിവായി മാറി. കുണ്ടറയും കരുനാഗപ്പള്ളിയും നിലനിർത്തിയപ്പോൾ ഇരവിപുരം, ചടയമംഗലം, കൊല്ലം, പത്തനാപുരം, കുന്നത്തൂർ, ചവറ എന്നിവ പിടിച്ചടക്കി UDF ശക്തമായ തിരിച്ചുവരവ് അറിയിച്ചു. UDFന്റെ ഒരു സ്റ്റാൻഡുണ്ട്, UDF പ്രവർത്തകരുടെ സ്റ്റാൻഡുണ്ട്. അതിനപ്പുറം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ലല്ലോ ജനങ്ങൾ, അത് വളരെ ചെറിയൊരു അംശമാണ് രാഷ്ട്രീയ പ്രവർത്തകർ. ബാക്കിയുള്ളതൊക്കെ ഒരു പബ്ലിക്കാണ്. ആ പബ്ലിക്കിന്റെ മനസ്സാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്. 2 മന്ത്രിമാരും 3 MLA-മാരും ഉൾപ്പെടെ 9ഓളം LDF സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പരാജയപ്പെട്ടത്. മന്ത്രിമാരായ ഗണേഷ് കുമാറും ചിഞ്ചുറാണിയും പരാജയപ്പെട്ടപ്പോൾ MLA-മാരായ M നൌഷാദ്, കോവൂർ കുഞ്ഞുമോൻ, സുജിത് വിജയൻപിള്ള എന്നിവരും UDF തരംഗത്തിൽ തോൽവി അറിഞ്ഞു. ആശ്വാസമായത് പുനലൂരും കൊട്ടാരക്കരയും മാത്രം. ഈ നിലയിലൊരു പിന്നോട്ടടി ജില്ലയിൽ ഉണ്ടാകും എന്ന് LDFും പാർട്ടിയും ഒരിക്കലും പ്രതീക്ഷിച്ചതില്ല. അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള LDFന്റെ സ്വാധീനം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തിയായി നടത്തി വളരെ ശക്തിയായ നിലയിൽ തന്നെ വളരെ വേഗം മുന്നോട്ട് വരും. ചാത്തന്നൂർ പിടിച്ചതിലൂടെ BJP ജില്ലയിൽ അക്കൗണ്ട് തുറന്നു. മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ കൂടി ഫലമാണ് BB ഗോപകുമാറിലൂടെ ചാത്തന്നൂരിൽ കണ്ടത്. തുടർച്ചയായി CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്ന സ്ഥലത്താണ് BJP അക്കൗണ്ട് തുറന്നത്. കഴിഞ്ഞ 2 തവണയും മത്സരിച്ച BJPയിലെ ഗോപകുമാർ 2ാം സ്ഥാനത്തെത്തിയിരുന്നു.
ഇക്കുറി 4000-ൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത്. ജനം ആഗ്രഹിച്ചൊരു മാറ്റമാണ് ചാത്തന്നൂരുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിജയം ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ വിനീതദാസനായി ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പ്രധാന സേവകൻ, ഞാൻ അവരുടെ പ്രധാന സേവകനായി ചാത്തന്നൂരിലൊന്നും എന്നും എപ്പോഴും ഉണ്ടാവും. കൊല്ലത്തെ UDF മുന്നേറ്റത്തിന്റെ ജട്ടലിലാണ് LDF ക്യാമ്പ്. കൊല്ലത്തെ തോൽവിയിലൂടെ നഷ്ടപ്പെട്ട വോട്ടുകളുടെയും ചോർച്ചകളുടെയും വിലയിരുത്തലുകൾ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. CPM വിരുദ്ധ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കർണാടകത്തിലെയും തെലങ്കാനയിലെയും പോലെ കോൺഗ്രസിനെ അഴിമതി നടത്താൻ അനുവദിക്കില്ല. 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിലെ സാഹചര്യം ഇവിടെ വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP MLA-മാർക്ക് മൊറാർജി ഭവനിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ഷന്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇത് നിർണായകമായ ഇലക്ഷനാവും, CPM പൊളിയും എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അത് തന്നെയാണ് നടന്നത്. ഈ ഇലക്ഷൻ ഒരു ആൻറ്റി CPM ഇലക്ഷനായി മാറി. ഞങ്ങളുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ്, അഴിമതി രഹിത ഭരണം. ഈ നാട്ടിൽ കർണാടക പോലെ തെലങ്കാന പോലെ കോൺഗ്രസ് അഴിമതി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ജനങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ, വികസനത്തിൻ്റെ എതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ഈ MLA-മാർ, ഈ 3 MLA-മാർ മതി അതെല്ലാം തടയാൻ, അത് നിർത്താൻ. ഇരുമുന്നണികളുടെയും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് ഈ തെരഞ്ഞെടുപ്പ് അറുതി വരുത്തിയെന്ന V. മുരളീധരൻ. CPM-ന്റെ അഹന്തയ്ക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. അതിനെ കോൺഗ്രസിന്റെ നയത്തിനുള്ള അംഗീകാരമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. 3 MLA-മാർ കേരളത്തിൻ്റെ നിയമസഭയിൽ സഭയ്ക്കകത്തും പുറത്തും നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇത്രയും കാലം 2 മുന്നണികളുടെയും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്നു കൊണ്ട് നടത്തിയ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് അറുതി വരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. ജാതി പറഞ്ഞ് വിഭജിക്കുന്നവർക്കൊപ്പം ജനമില്ല എന്ന് നാട് തെളിയിച്ചുവെന്ന് KC വേണുഗോപാൽ. വെള്ളാപ്പള്ളി നടേശനും KC മറുപടി നൽകി. ഇന്നലെ വരെ LDF-ന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആളാണ് വെള്ളാപ്പള്ളിയെന്നും അത്തരം ആളുകൾക്കുള്ള മറുപടിയാണ് ജനം നൽകിയതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ച ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്. ജാതിയും മതവുമല്ല, മറിച്ച് സ്ഥാനാർത്ഥിയുടെ നന്മയും പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് വലുത് എന്ന് ജനം തിരിച്ചറിഞ്ഞൊരു തിരഞ്ഞെടുപ്പാണ്. ഈ സന്ദേശമാണ് കേരളത്തിലെ നന്മയുടെ സന്ദേശം. വിഭജിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് വിഭജിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ബംഗാളിൽ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഒരുങ്ങുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന് പറയുകയാണ് മമതാ ബാനർജി. BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനവിധി അട്ടിമറിച്ചു എന്നും ആരോപിക്കുന്നു. എന്തായാലും BJP സത്യപ്രതിജ്ഞാ തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 9-നാണ് ചടങ്ങ്. മമതാ ബാനർജിയെ ഭവാനിപ്പൂരിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ സാധ്യത. 206 സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബംഗാളിൽ ചരിത്രത്തിലാദ്യമായി ഭരണം പിടിച്ച BJP ഇതിനോടകം സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ മെയ് 9-ന് BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ട്. മുൻപ് നന്ദിഗ്രാമിലും ഇത്തവണ ഭവാനിപൂരിലും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ബംഗാളിൽ നിന്ന് അഴിമതി തുടച്ചു നീക്കുമെന്നും പ്രകടന പത്രികയിൽ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും BJP പാലിക്കുമെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. श्यामा प्रसाद जी का धरती में वो काम हम लोग करेगा और हमारी जो मैनिफेस्टो में ऑनरेबल होम मिनिस्टर अमित शाह जी ने डिक्लेयर किया था और बार बार प्रधानमंत्री मोदी जी ने गारंटी दिया है, वो काम हम लोग करेगा. 7 दिन के अंदर पूरा करेगा, 6 महीने के अंदर पूरा करेगा. ഭവാനിപൂർ ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കുമെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് മമതാ ബാനർജി. തിരഞ്ഞെടുപ്പ് നടപടികളിൽ ക്രമക്കേട് നടന്നെന്നും BJP-യും കമ്മീഷനും ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് കൊള്ളയടിച്ചെന്നുമാണ് മമതയുടെ ആരോപണം. കേരളത്തിൽ വിജയം നേടിയെങ്കിലും ബംഗാളിലും അസമിലും വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുണ്ട്. അസമിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനാകാതെ 19 സീറ്റിലേക്ക് ഒതുങ്ങിയതോടെയാണ് രാഹുലിന്റെ ആരോപണം. അസമിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് BJP 3ാം തവണയും അധികാരമുറപ്പിച്ചത്. അമൃത ന്യൂസ്,
ന്യൂഡൽഹി. ബംഗാളിലും അസമിലും സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് കേന്ദ്ര നിരീക്ഷകരെ നിയോഗിച്ച് BJP. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബംഗാളിൽ കേന്ദ്ര നിരീക്ഷകൻ. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി സഹനിരീക്ഷകനാണ്. അസമിൽ കേന്ദ്രമന്ത്രിയും മുൻ ദേശീയ അധ്യക്ഷനുമായ JP നദ്ദയെ നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനെ സഹനിരീക്ഷകനായും ചുമതലപ്പെടുത്തി. അഭ്രപാളികളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വിജയിച്ച വിജയ് കേവല ഭൂരിപക്ഷത്തിന് ആരെക്കൂട്ടും? തമിഴ്നാട്ടിലെ ഗംഭീര വിജയത്തിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് TVK. 2 ദിവസത്തിനകം MLA-മാരുടെ യോഗം ചേരും. എന്തായാലും വിജയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 5 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കന്നിയംഗത്തിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം ചരിത്ര വിജയം നേടിയത്. 234 മണ്ഡലങ്ങളിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ 107 സീറ്റുകൾ സ്വന്തമാക്കി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. TVK കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ തേടുന്നതായാണ് വിവരം. TVKയെ പിന്തുണയ്ക്കുന്നത് ആലോചിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. TVKയുടെ അതിശയകരമായ പ്രകടനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയും വിജയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. TVKയ്ക്ക് 107 സീറ്റുകളും കോൺഗ്രസിന് 5 സീറ്റുകളും ഉള്ളതിനാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ മറ്റ് പ്രാദേശിക കക്ഷികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പിന്തുണ ആവശ്യമാണ്. അതേസമയം തമിഴ്നാട്ടിൽ എല്ലാ വഴികളും തേടുമെന്നാണ് BJPയുടെ നിലപാട്. വിജയുമായി BJP ചർച്ച നടത്തിയേക്കുമെന്നും അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറിന് കത്തെഴുതി സർക്കാർ രൂപീകരിക്കാൻ അനുമതി തേടിക്കഴിഞ്ഞു. ഗവർണർ 2 ദിവസത്തിനകം ചെന്നൈയിൽ എത്തിയേക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്നാണ് വിജയ് അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.